പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിന്റെ അഭിമാന സ്തംഭമായ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ വംശഹത്യക്കുള്ള, കൂട്ടക്കൊലയ്ക്കുള്ള എല്ലാ ഈ ചേരുവകളും അങ്ങനെ ചേർത്ത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നിരുന്ന, അതിന്റെ എല്ലാ ആസൂത്രണവും ഗവേഷണവും എല്ലാം നടന്നിരുന്ന സ്ഥലമാണ് ഈ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര വലിയ തകർച്ചയാണ് നേരിട്ടത്. ഇറാന്റെ ആക്രമണത്തിൽ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് ചിതറിത്തെറിച്ചു പോയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ സയന്റിഫിക് ബ്രെയിൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവരുടെ ഇസ്രായേലിനെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും പ്രശസ്തമായ ഈ തരത്തിലുള്ള സർവകലാശാല, സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലകളിൽ ഒന്നായിരുന്നു വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന് ഇസ്രായേലിനേക്കാൾ പഴക്കമുണ്ട്. ഇസ്രായേൽ 1948 സ്ഥാപിക്കുന്നതെങ്കിൽ 1934 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെടുന്നത്. അതിന്റെ പേര് തന്നെ വീസ്മാൻ, ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേരൊക്കെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകിയിരിക്കുന്നത്. അവിടെ നടന്ന ഗവേഷണം എത്രയോ വർഷമായി, പതിറ്റാണ്ടുകളായി നടന്നു വന്ന ഗവേഷണങ്ങൾ മുഴുവൻ ഈ ചില മിനിറ്റുകൾ കൊണ്ട്, 15 മിനിറ്റുകൾ കൊണ്ടൊക്കെയാണ് ഇറാൻ കത്തിച്ചാമ്പലാക്കി കളഞ്ഞത്. അതിൽ തന്നെ അവിടെ 2800-ലധികം ശാസ്ത്രജ്ഞർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. നൊബേൽ ലോറിയറ്റ്സ് ഉണ്ട്, നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞരടക്കം അവരുടെയൊക്കെ സഹായവും അവരൊക്കെ അവിടുത്തെ ഗസ്റ്റ് ഫാക്കൽറ്റീസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഈ ഗസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും പലസ്തീൻ അടക്കമുള്ള മറ്റിതര രാജ്യങ്ങൾ, ഇപ്പോൾ ലെബനനാകട്ടെ അതുപോലെ ഇതര രാജ്യങ്ങൾക്കെതിരെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള യുദ്ധ കുറ്റകൃത്യങ്ങളുടെയും ഉറവിടമെന്ന് പറയാവുന്ന, അതിന്റെ എല്ലാ റിസർച്ചും നടന്നുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിന്റെ 90% തകർത്ത് തരിപ്പണമാക്കി ഇറാൻ അവരുടെ ആക്രമണത്തിൽ അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത്. אלוהים מאוד מעניין את הממשלה הזו. והמדע? അപ്പൊ അതിന്റെ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, 2-3 ആഴ്ചകൾക്ക് മുമ്പാണ്, ഇനിയൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം, ഇനിയൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധം, ഇനിയൊരിക്കലും റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയാത്ത വിധം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തകർന്നു എന്നുള്ളത് മാത്രമല്ല, പതിറ്റാണ്ടുകളായിട്ട് അത് ആരോഗ്യരംഗത്തടക്കം, ഇപ്പോൾ സൈനിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട റിസർച്ച് ഒക്കെ നടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട്, അതിൽ തന്നെ ഈ കാർഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വർഷങ്ങളുടെ പ്രയത്നവും അത്തരത്തിലുള്ള ഗവേഷണങ്ങളും ഒക്കെ ഇല്ലാതായി പോയ ഒരു സാഹചര്യമായിരുന്നു ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിലൂടെ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സംഭവിച്ചത്. അതായത് ഇസ്രയേലിന്റെ ബ്രെയിനിനെ, തലച്ചോറിനെ ഇറാൻ എങ്ങനെയാണ് ചിതറിത്തെറിപ്പിച്ചത് എന്ന് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തും. അതുപോലെയാണ് ഹൈഫയിലെ ബസാൻ റിഫൈനറി, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പര്യവേഷണ അല്ലെങ്കിൽ എണ്ണ സംസ്കരണശാല, ഓയിൽ റിഫൈനറിയാണ് ബസാൻ പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്കാണ് ഇസ്രയേലിന്റെ ആക്രമണം കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അവിടുത്തെ പവർ പ്ലാന്റ് ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു. അതുപോലെ ആണ് ഈ ബസാൻ റിഫൈനറിയുടെ കാര്യവും. റിഫൈനറി പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുന്ന നിലയിലേക്കുള്ള ഇറാൻ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നു. അതായത് ഇത്ര വലിയ, വീണ്ടും പറയേണ്ടി വരുന്ന കാര്യം, ഇത്ര വലിയ ഈ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം, താഡ്, ആരോ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സംവിധാനങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ആകാശവും ഭൂമിയും തുളച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ ഇങ്ങനെ കുതിച്ചു കയറിയത് അല്ലെങ്കിൽ പാഞ്ഞു കയറിയത് എന്ന് പറയേണ്ടി വരുന്നു. ברור שהאיראנים שהם יורים לחיפה הם יורים על מתקני הזיקוק ועל המפרץ.
זה האירוע הכי קשה שנתקלתי בו, השריפה מאוד מאוד חזקה. לא יהיה פה סולר לאמבולנסים ולכבאיות ולאוטובוסים ומשאיות שיצטרכו לעמוד. אתה פיתחת את מערכות ההגנה האווירית שאנחנו מתגאים בהן היום, ואתה אומר שאי אפשר להגן על בזן. אי אפשר. פגיעה משמעותית ביותר הייתה בתחנת הכוח, זה כל המבנה הזה אישים בישראל. הנה המבנים שהתפוצצו במתחם תחנת הכוח, כאן גשר הצנרת הראשי שמשנה החומרים בין חלקי המפעל, וזה כבר מתחם התפעול של מיכליות התזקיקים. 3 הפגיעות האלה ביחד השביתו לחלוטין את בזן, אחד משני המפעלים היחידים בארץ שמייצרים בנזין, סולר, דלק סילוני למטוסים ואפילו גז. അങ്ങനെ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പിന്നാലെ ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറിയായ ബസാൻ റിഫൈനറി കൂടി അടച്ചുപൂട്ടുന്നു. അതിന്റെ ദൃശ്യങ്ങളും ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു.